ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആനൂസ് ഫുഡ് കോർണർ. കുറച്ച് പേരൊക്കെ എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് സക്സസ് ആയി എന്ന് പറഞ്ഞു. എനിക്ക് കേട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ എടുത്ത് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊന്ന് റഫായിട്ടൊന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് സൈസായിട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് ഈ ബട്ടർ പേപ്പർ അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ പാത്രവും നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ പാത്രവും അതുപോലെ ചെയ്യാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് വേണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ എടുത്ത് 1 കപ്പ് മിൽക്കിലോട്ട് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി വെക്കണം. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ചെറു ചൂടുള്ള പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 കപ്പ് ഫ്ലോർ വേണം. ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലോർ എടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോറോ മൈദയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഷുഗർ 2 കപ്പ് വേണം. ഷുഗർ നാട്ടിലാണെങ്കിൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ തരിയായിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ പൊടിക്കാത്തത്. ഇനി കൊക്കോ പൗഡർ വേണം. അത് 1/4 കപ്പ്. ഞാൻ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത്. ഇനി മധുരമുള്ള കൊക്കോ പൗഡർ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഷുഗർ ഇടുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ വേണം. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. പിന്നെ സാൾട്ട് 1 ടീസ്പൂൺ. പിന്നെ കോഫി പൗഡർ, അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണേ, അത് 2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലോർ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ട വേണം. മുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ള ആ മുട്ട യൂസ് ചെയ്യാൻ പാടുള്ളൂ കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ യൂസ് ചെയ്യണം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. പിന്നെ വേണ്ടത് വാനില എസൻസ് വേണം, 2 ടീസ്പൂണ്. ഇനി നമുക്ക് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്റർ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 പാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി പുറത്തോട്ട് പോകും. അപ്പോൾ ഒരു അരയുടെ താഴെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 350 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും അതായിക്കോളും. ഇപ്പോൾ കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്.
എനിക്ക് ഇത് 30 മിനിറ്റ് കൊണ്ടാണ് കിട്ടി. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് വെന്തോ നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെന്തെന്ന് അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് കിട്ടും. തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് സൈഡൊന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പ്ലേറ്റിൽ നിന്ന് അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അങ്ങനെ നമ്മുടെ മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഇത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചോക്ലേറ്റ് ഗനാഷും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിന് 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് വേണം. അതിപ്പോൾ നാട്ടിൽ ചോക്ലേറ്റ് ചിപ്സ് കിട്ടുന്നതിന് ചോക്ലേറ്റ് ബാർ ആയാലും മതി. അപ്പോൾ നമുക്ക് 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ഒരു ബൗളിലേക്ക് ഇടാം. ഞാൻ ഈ ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹെവി ക്രീം വേണം. അതും 1 കപ്പ് ഹെവി ക്രീം ഈ ബൗളിലേക്ക് ഒഴിക്കാം. നാട്ടിലാണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്രഷ് ക്രീം കിട്ടും, അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം. ഇനി അഥവാ മൈക്രോവേവ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഫ്രഷ് ക്രീം ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കണം. അത് തിളയ്ക്കാൻ പാടില്ല. അതിന് മുന്നേ എടുത്തിട്ട് ഈ ചോക്ലേറ്റ് ചിപ്സിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ചോക്ലേറ്റ് ഗനാഷിന് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗനാഷ് എക്സസ് ഉള്ളത് താഴെ പ്ലേറ്റിൽ വീണോളൂല്ലോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്ട്രോബെറിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിലുള്ള ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യണേ.